We are discussing about learning theories. ലേണിംഗ് തിയറീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് ബിഹേവിയറിസം. ബിഹേവിയറിസത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 തിയറീസാണ്. ഒന്ന് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ബൈ തൊണ്ടൈക്ക് ആൻഡ് ഇയാൻ പവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്. ഈ 3 തിയറീസാണ് ബിഹേവിയറിസം എന്ന ഫീൽഡ് ഓഫ് സ്റ്റഡി, അതായത് ലേണിംഗ് തിയറീസിലെ പ്രധാനപ്പെട്ട ബ്രാഞ്ചായ ബിഹേവിയറിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 തിയറീസാണ് ഈ പറഞ്ഞവ. അതിൽ ഈ ബിഹേവിയറിസം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഏൺ ചെയ്യുന്ന സ്വഭാവ സവിശേഷതകൾ, കഴിവുകൾ, ഇവയൊക്കെയും അവൻ ജീവിച്ചിരിക്കുന്ന ആ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷനിങ്ങിൽ കൂടെയാണ് അവൻ ആർജിച്ചെടുക്കുന്നത് എന്നതാണ് ഈ ബിഹേവിയറിസത്തിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത്. ആ ബിഹേവിയറിസത്തിലെ ഒന്നാമത്തെ തിയറിയായ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മൾ കണ്ടു. ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ ഒരു റെസ്പോൺസ് ഉണ്ടാകും. അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നമ്മൾ കണ്ടു ഒരു സ്റ്റിമുലസും അതിനോടുള്ള റെസ്പോൺസും. ഇത് തന്നെയാണ് നമ്മൾ ഈ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ നമ്മൾ പറയുക. ഇവിടെയും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സ്കിന്നർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്, അദ്ദേഹം നടത്തിയൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. റാറ്റിൽ ഒരു എലിയെ വെച്ചിട്ട് അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കണ്ടക്ട് ചെയ്തപ്പോൾ നടത്തിയ എക്സ്പെരിമെൻറ്റിന് സമാനമായി തന്നെ ഇവിടെ നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ് ഒരു സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ളൊരു റിലേഷൻ. അങ്ങനെയാണ് ഒരു കുട്ടിയിലേക്ക് അറിവ്, ഒരു അറിവിൻ്റെ ഒരു ശേഖരണം നടക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ മനസ്സിലാക്കിയൊരു കാര്യമെന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു സ്കിന്നർ ഒരു ബോക്സ് ഉണ്ടാക്കി, സ്കിന്നർ ബോക്സ് എന്നാണ് അറിയപ്പെടുക. ഈ ഒരു ബോക്സിൽ ഒരു എലിയെ ഇട്ടു. ഈ ബോക്സിനോട് ചേർന്ന് ഒരു ചെറിയൊരു ബോക്സും കൂടിയുണ്ട്. ആ ബോക്സിൽ എന്താണ്, ഒരു തീറ്റ, എലിയുടെ ഭക്ഷണങ്ങൾ പെല്ലറ്റുകളായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ ബോക്സിനുള്ളിൽ. അപ്പോൾ എലി കിടക്കുന്ന ഈ ബോക്സിന് തൊട്ട് സമീപമായിട്ട് തന്നെ മറ്റേ ഈ ഭക്ഷണം നിറച്ചിട്ടുള്ള ബോക്സും വെച്ചിട്ടുണ്ട്. ഈ എലി കിടക്കുന്ന ഈ ബോക്സിനുള്ളിൽ ഒരു ലിവർ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ലിവറിൽ ചവിട്ടുമ്പോൾ ഈ പുറത്ത് വെച്ചിട്ടുള്ള എലിയുടെ ഭക്ഷണം കൂടിനകത്തോട്ട് വന്നു വീഴും. ഓരോന്നായിട്ട് വന്നു വീഴും, ഓരോ പെല്ലറ്റായിട്ട് അകത്തോട്ട് വന്നു വീഴും. ഓരോ പ്രാവശ്യം ചവിട്ടുമ്പോഴും ഓരോ ഭക്ഷണം കൂടിനകത്തോട്ട് വരും. എലി അത് കഴിക്കും. എനിക്കറിയില്ല ഈ ലിവറിൽ ചവിട്ടുമ്പോഴാണ് ഈ ഭക്ഷണം അകത്തോട്ട് കയറി വരുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ എലി കൂടിന് ചുറ്റും ഓടി നടക്കുമ്പോൾ എപ്പോഴൊക്കെയോ ഈ ലിവറിൽ ചവിട്ടുകയും ഭക്ഷണം അകത്തോട്ട് വരികയും ചെയ്യുന്നു. എലിയുടെ വിശപ്പ് മാറ്റാൻ കഴിയുകയും ചെയ്യുന്നു. ഇത് ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലാകുകയാണ് ഇത് ഈ ലിവറിൽ ചവിട്ടുമ്പോഴാണ് എനിക്ക് ഭക്ഷണം കിട്ടുന്നത് മനസ്സിലാകുകയും, തുടർന്ന് എലി കൃത്യമായി ആ ലിവറിൽ ചവിട്ടുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ഹാബിറ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇവിടെ സ്കിന്നർ പറയുന്നത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, തൊണ്ടയ്ക്ക് നടത്തിയ ആ ഒരു എക്സ്പെരിമെൻറ്റും ഇതും തമ്മിൽ തെറ്റിപ്പോകരുത്. കാരണം തൊണ്ടയ്ക്ക് നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിൽ ഒരു സ്റ്റിമുലസ് മുന്നിൽ വെച്ചിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ സ്റ്റിമുലസ്? ഭക്ഷണമാണ് അവിടുത്തെ സ്റ്റിമുലസ്. ആ ഭക്ഷണം കാണുമ്പോഴാണ് റെസ്പോൺസ് ഉണ്ടാകുന്നത്. ആ റെസ്പോൺസിൻ്റെ ഫലമായിട്ടാണ് ആ കൂട് തുറന്നിട്ട് ഭക്ഷണം ഒരു സ്ട്രിങ്ങിൽ പിടിച്ച് വലിക്കുകയും കൂട് തുറക്കുകയും ഭക്ഷണം കഴിക്കാനായിട്ട് ആ പട്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ തൊണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഒരു സ്റ്റിമുലസ് കാണുന്നതുകൊണ്ടാണ് റെസ്പോൺസ് ഉണ്ടാകുന്നത്. കൂടിന് പുറത്ത് ഭക്ഷണം കണ്ടതുകൊണ്ടാണ് തൽഫലമായിട്ട് റെസ്പോൺസ് ഉണ്ടാകുകയും കൂട് തുറന്ന് പുറത്തോട്ട് വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത്. ആ ഒരു എക്സ്പെരിമെൻറ്റിൽ സ്റ്റിമുലസ് വന്നതിന് ശേഷമാണ് റെസ്പോൺസ് ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ സ്കിന്നർ പറയുന്നത്, ഇവിടെ എലി എന്ന് പറയുന്ന ആ ഒരു ജീവിക്ക് ഒരു സ്റ്റിമുലസ് മുന്നിൽ വെച്ചിട്ടില്ല. അവിടെ തൊണ്ടയ്ക്ക് ചെയ്ത പോലെ ഒരു സ്റ്റിമുലസ് ആയിട്ടൊരു ഫുഡ് മുമ്പിൽ വെച്ചിട്ടില്ല. പകരമോ എലിയുടെ ശ്രമങ്ങൾക്കൊടുവിൽ എപ്പോഴോ ഒരു ഈ ഭക്ഷണം അകത്തോട്ട് വരികയാണ്. എനിക്കറിയില്ല പുറത്ത് ഭക്ഷണമുണ്ടെന്ന്, എനിക്കറിയില്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ല, പുറത്ത് ഭക്ഷണമുള്ള കാര്യം എനിക്ക് കാണാൻ കഴിയുന്നില്ല. സോ ദ റാറ്റ് cannot see the food kept outside. പുറത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഭക്ഷണം എനിക്ക് കാണാൻ കഴിയുന്നില്ല. സോ സ്റ്റിമുലസ്
സ്റ്റിമുലസ് ഈസ് ഇൻ ഔട്ട്സൈഡ് ബട്ട് എലിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ആ സ്റ്റിമുലസ് അവിടെ ഉണ്ടെന്ന് കാണാൻ കഴിയുന്നില്ല. ബട്ട് ദ റെസ്പോൺസസ് ഫ്രം ദ പാർട്ട് ഓഫ് റാറ്റ്, എലിയുടെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസസ്, അതായത് ചാടുകയും മറയുകയും ചെയ്യുന്നതിനിടയിൽ, ഓടി നടക്കുന്നതിനിടയിൽ എപ്പോഴും സംഭവിച്ച ദാറ്റ് വൺ റെസ്പോൺസ്, കിക്കിംഗ് ദാറ്റ് ലിവർ, ആ ലിവറിൽ ചവിട്ടിയ ആ ഒരു റെസ്പോൺസിൽ നിന്നുമാണ് ഭക്ഷണം കയറി വന്നത്. അപ്പോൾ ഒരു റെസ്പോൺസ് ഉണ്ടായതിന് ശേഷമാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, സ്റ്റിമുലസ് വരുന്നത്. അപ്പോൾ റിവേഴ്സാണ്, നേരെ ഓപ്പോസിറ്റാണ്. തൊണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻറ്റിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിമുലസ് ഫുഡ് മുമ്പിൽ വയ്ക്കുകയും അതിനുശേഷം റെസ്പോൺസ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഫുഡ് മുമ്പിലുണ്ടെന്ന് അറിയുന്നില്ല, പകരം എലി നടത്തിയ റെസ്പോൺസുകളിൽ ഒരു റെസ്പോൺസാണ് സ്റ്റിമുലസിന് കാരണമാകുന്നത്. അപ്പോൾ ഇവിടെ റെസ്പോൺസ് നടന്നതിന് ശേഷമാണ് എന്തുണ്ടായത്, സ്റ്റിമുലസ് ഉണ്ടായത്. സ്റ്റിമുലസ് മീൻസ് ഫുഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലാസ് റൂമുകളിൽ കുട്ടികൾ പഠിക്കുമ്പോൾ തൊണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻ്റ് പ്രകാരം സ്റ്റിമുലസ് കൊടുക്കുകയും കുട്ടിയിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാകുകയും ചെയ്യും എന്നാണ് തൊണ്ടൈക്ക് പ്രൂവ് ചെയ്തത്. അതായത് കുട്ടിക്ക് നല്ലൊരു ഗിഫ്റ്റ് ഓഫർ ചെയ്യുകയാണ്, ദാറ്റ് ഈസ് എ സ്റ്റിമുലസ്. ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്യുകയാണ്, നന്നായി മാർക്ക് മേടിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് ഗിഫ്റ്റ്, ഒരു സൈക്കിൾ മേടിച്ച് തരും, അല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിലൊരു സ്റ്റിമുലസ് ഓഫർ ചെയ്യുകയും ആ ഒരു സ്റ്റിമുലസ് മീൻസ് ദ ഗിഫ്റ്റ് ഓർ എനിത്തിങ് ദാറ്റ് ഇൻഡ്യൂസിങ് ദ സ്റ്റുഡൻറ്റ് ടു ഡു മോർ. സോ ദാറ്റ് വൺ സ്റ്റിമുലസ്, അത് ഗിഫ്റ്റ് ആയിരിക്കാം, എന്തുമായിരിക്കാം, അത് കുട്ടിക്ക് എന്തുണ്ടാവും, അത് കുട്ടീൻ്റെ ഉള്ളിൽ റെസ്പോൺസ് ഉണ്ടാക്കും. എന്ത് റെസ്പോൺസ് ഉണ്ടാക്കും, കൂടുതൽ പഠിക്കാനും കൂടുതൽ മാർക്ക് പഠിക്കാനുമുള്ള റെസ്പോൺസ് ഉണ്ടാക്കും. അതാണ് തൊണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടത്. ഒരു സ്റ്റിമുലസ് കാരണം കൊണ്ട് കുട്ടി കൂടുതൽ പഠിക്കുന്നു. ഇവിടെ കുട്ടിക്ക് സ്റ്റിമുലസ് കൊടുക്കുന്നില്ല, ബട്ട് ഫ്രം ദ പാർട്ട് ഓഫ് സ്റ്റുഡൻറ്റ് sometimes the student do something very beneficial to his studying process. അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം, ഒരു റെസ്പോൺസ്, കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആരും പറയാതെ തന്നെ കുട്ടി, അല്ലെങ്കിൽ ആരും നിർബന്ധിക്കാതെ തന്നെ, ഈവൻ ദർ ഇസ് നോ സ്റ്റിമുലസ്, ഒരു സ്റ്റിമുലസും കാണാതെ തന്നെ കുട്ടി പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് കൂടുതൽ മാർക്ക് മേടിക്കുകയോ, അല്ലെങ്കിൽ ആരും പറയാതെ തന്നെ കുട്ടി നന്നായി പടം വരയ്ക്കുകയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കില്ല് കാണുകയും ഉടനെ ടീച്ചർ പറയുകയാണ്, ഓക്കെ ഇറ്റ്സ് വെരി ഗുഡ്, അത് ഇഷ്ടപ്പെട്ട് ഇനിയും ഇതുപോലെ നന്നായി ചെയ്തോളൂ, ഇതുപോലെ തന്നെ ഇനിയും നന്നായിട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സ്റ്റിമുലസ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി ഇതുപോലെ പഠിക്കുക, ഇനിയും ഇതുപോലെ സ്റ്റിമുലസ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ. അപ്പോൾ റെസ്പോൺസസ് ആണ് ആദ്യം ഉണ്ടാകുന്നത്. കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏതൊരു റെസ്പോൺസ് എന്ത് ചെയ്യാണ്, അത് പിന്നെയും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലസ് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം റെസ്പോൺസ് കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കുട്ടിക്ക് റിവാർഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ സ്റ്റിമുലസ് കിട്ടുന്നത്. പക്ഷേ തൊണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ആദ്യം കുട്ടിക്ക് എന്ത് ചെയ്യും, ഒരു റിവാർഡ് മുന്നിൽ വെച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് യുവർ റിവാർഡ് വെൻ യു ഗെറ്റ് ദിസ് മച്ച് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം റിവാർഡ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കുട്ടി പഠിക്കുന്നത്. ഇവിടെ റിവാർഡ് കുട്ടി മുന്നിൽ കാണുന്നില്ല, ഗിഫ്റ്റോ ഒന്നും കാണുന്നില്ല കുട്ടി. പക്ഷേ കുട്ടിയുടെ ഇഷ്ടത്തിന് പഠിക്കുന്നു, പെട്ടെന്ന് മാർക്ക് മേടിക്കുന്നു. മാർക്ക് കാണുമ്പോൾ ഉടനെ ടീച്ചർ പറയുകയാണ്, യു ആർ ഗുഡ്, ഇത്ര മാർക്ക് മേടിച്ചു, അതുകൊണ്ട് യു വിൽ ഗെറ്റ് ദിസ് റിവാർഡ്, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് പ്രൈസ്, യു വിൽ ഗെറ്റ് ദിസ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്നൊരു മോട്ടിവേഷൻ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പാണ് രണ്ട് സൈഡിലും പറയുന്നത്. എന്നാൽ തൊണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ആദ്യം സ്റ്റിമുലസും പിന്നീട് റെസ്പോൺസും, ഇവിടെ ആദ്യം റെസ്പോൺസും പിന്നീട് സ്റ്റിമുലസും.